ഇന്നലകളിൽ ഭാഗം 3. മാനസി മണ്ഡപത്തെ വലം വെച്ച് അവന്റെ വാമഭാഗത്തായിരുന്നു. പൂജാരി കൊടുത്ത ചന്ദനം അവൾ നെറ്റിയിൽ ചാർത്തി. ചന്ദ്രൻ താലിയെടുത്ത് ശ്യാമിന് നേരെ നീട്ടി. ഉയർന്നു കേൾക്കുന്ന നാദസ്വരമേളത്തിന്റെയും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയോടെ വിറയ്ക്കുന്ന കയ്യാലെ ശ്യാം ചാർത്തിയ താലി തൊഴുകയ്യാൽ മാനസി തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. എല്ലാവരും അവർക്കുമേൽ പുഷ്പവൃഷ്ടി നടത്തി. അവന്റെ വിരലുകൾ അവളുടെ സീമന്തരേഖയിൽ ചുവപ്പ് പടർത്തി. വരണമാല്യം ചാർത്താൻ വേണ്ടി ഇരുവരും എണീറ്റു. മാനസി അപ്പോഴാണ് ശ്യാമിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് പോലും. അവൾക്കായി ഒരു നറുപുഞ്ചിരി അവൻ നൽകി. ആ ഒരു പുഞ്ചിരിയിൽ ഇതുവരെ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കകളൊന്ന് ആറി. അതേ തെളിമയോടെ ഒരു പുഞ്ചിരി അവളും അവന് കൈമാറി. വരണമാല്യം ചാർത്തുന്നേരം ഒരു മാത്ര അവരുടെ മിഴികൾ തമ്മിൽ ഉടക്കി നിന്നു. മഹി മാനസിയുടെ കരം ശ്യാമിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കന്യാദാനം നടത്തി. കഴുത്തിലെ താലിയോടും നെറുകയിലെ സിന്ദൂരത്തോടും നീതി പുലർത്താൻ കഴിയണേ ദൈവമേ. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും പരസ്പരം താങ്ങാവാനും തണലാകാനും കഴിയണേ ദൈവമേ. കൈകൾ കോർത്തു പിടിച്ച് ഹോമകുണ്ടത്തെ വലം വയ്ക്കുമ്പോൾ ഇരുവരുടെയും ഹൃദയം മന്ത്രിച്ചു. ഇതുവരെ ഹൃദയത്തെ വട്ടം ചുറ്റിയിരുന്ന ആശങ്കകളെല്ലാം വിട്ടൊഴിഞ്ഞതായി മാനസിക്ക് തോന്നി. പക്ഷേ അതിന്റെ കാരണം അവൾക്ക് വ്യക്തമല്ലായിരുന്നു. താലികെട്ട് കഴിഞ്ഞ പിന്നാലെ ശ്യാമിനെയും മാനസിയെയും ക്യാമറാമാൻ വളഞ്ഞു. ഒരുപാട് പേർ വന്ന് പരിചയപ്പെട്ടിട്ട് പോയി. ക്യാമറാമാൻ പറയുന്ന പോസുകളിൽ നിൽക്കാൻ വല്ലാത്തൊരു സങ്കോചം ഇരുവർക്കും ഉണ്ടായിരുന്നു. എങ്കിലും അത് പുറത്തു കാണിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് ഉണ്ണിയും ചാരുവും കൂടെ വന്ന് രണ്ടുപേരെയും ആഹാരം കഴിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. ആഹാരം കഴിച്ച് അവർ വന്നപ്പോഴേക്കും ഇറങ്ങാനുള്ള സമയമായിരുന്നു. മാനസിയുടെ മുഖത്തേക്ക് ശ്യാം നോക്കി. ആ കണ്ണുകളിലെ ഭാവം എന്തെന്ന് അവന് തിരിച്ചറിയാനായില്ല. അതേസമയം മാനസിക്ക് ആകെ ഒരു നിർവികാരതയായിരുന്നു. പക്ഷേ കണ്ണുകൾ നിറഞ്ഞു വന്നപ്പോൾ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. ഇനിയും തന്നിൽ കണ്ണുനീർ അവശേഷിക്കുന്നുണ്ടോ എന്ന്. മാനസി മഹിക്കും ശ്വേതയ്ക്കും അരികിൽ ചെന്നു. രണ്ടുപേരുടെയും അനുഗ്രഹം മേടിച്ചു. ശേഷം ശ്രീലതയുടെ അനുഗ്രഹവും മേടിച്ചു. കിച്ചു അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. പോയി വരാൻ പറഞ്ഞു. ഇതെല്ലാം കണ്ട് ഉണ്ണി പതിയെ ശ്യാമിനെ തോണ്ടി. ശ്യാം അവനെ നോക്കി. ഇതെന്താടാ ഇങ്ങനല്ലല്ലോ ആചാരങ്ങള്. ഉണ്ണി പറഞ്ഞപ്പോൾ ശ്യാം എന്തെന്ന മട്ടിൽ അവനെ നോക്കി. അല്ല, ദോ ആ നിൽക്കുന്ന സാധനത്തെ കണ്ടോ? ഉണ്ണി ശിവയുടെ കൂടെ നിൽക്കുന്ന ചാരുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. ശ്യാം അവളെ നോക്കി, പിന്നെ ഉണ്ണിയെയും. ആ ചെകുത്താനെ ഞാൻ കെട്ടിക്കൊണ്ടു പോന്നപ്പോ അവളെ ഞാൻ ഏതാണ്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാ അവള് കരഞ്ഞു നിലവിളിച്ചത്. ഹോ, ഭയാനകമായിരുന്നു എന്റെ പൊന്നോ. ഉണ്ണി ഏതോ ഓർമ്മയിൽ നെഞ്ചിൽ കൈവച്ചുപോയി. ശ്യാം ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് മാനസിയുടെ മുഖത്തേക്കാണ്. അവളും ഇനി എന്തെന്ന മട്ടിൽ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ശ്യാം തലയാട്ടി അവളോട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ അവിടുന്ന് തിരിച്ചു. ഉണ്ണിയായിരുന്നു വണ്ടി ഓടിച്ചത്. ചാരു അവന്റെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലും. ശ്യാമിന് മാനസിയുടെ പെരുമാറ്റങ്ങൾ കണ്ട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. വണ്ടി കണ്ണിൽ നിന്നും മറയും വരെ ശ്വേതയും മഹിയും നോക്കി നിന്നു. ശ്വേതയുടെ കണ്ണുകൾ എന്തിനെന്നറിയാതെ ഈറനണിഞ്ഞു. എന്തൊക്കെയായാലും ആ ഉദരത്തിൽ പിറന്നതല്ലേ. കണ്ണിൽ നിന്ന് അകലുമ്പോൾ പേരറിയാത്ത ഒരു നൊമ്പരം ഉണ്ടാവാതിരിക്കുമോ? വണ്ടിയിൽ മാനസി നിശബ്ദയായിരുന്നു. പുറത്തേക്ക് കണ്ണുനട്ട് അവൾ ഇരുന്നു. ശ്യാമം പുറത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിലും ഇടയ്ക്ക് അവന്റെ മിഴികൾ അവളിലേക്ക് തെന്നി വീഴുന്നത് ഒരു ചിരിയോടെ ഫ്രണ്ട് മിററിലൂടെ ഉണ്ണിയും ചാരുവും നോക്കിക്കണ്ടു. പക്ഷെ ശ്യാമിന്റെ മനസ്സിൽ അവളുടെ താല്പര്യമില്ലാതെ നടത്തിയ വിവാഹമാണോ ഇതെന്ന സംശയം ബലപ്പെട്ടിരുന്നു. അതെന്തോ ഒരു അസ്വസ്ഥത തന്നിൽ നിറയ്ക്കുന്നതായി അവനും തോന്നി. ഉച്ചയ്ക്ക് 2:30 അവർക്ക് ഗൃഹപ്രവേശത്തിനുള്ള സമയം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്യാം തന്നെ അവളെ കൈപിടിച്ചിറക്കി. അവന്റെ കൈയിൽ കൈ ചേർത്തുകൊണ്ട് അവളുടെ കാലടികൾ ആദ്യമായി ആ മണ്ണിൽ പതിഞ്ഞു. ശ്യാമിന്റെ പ്രവൃത്തികൾ മുറ്റത്ത് വിളക്കും പിടിച്ചു നിന്ന് ശിവ ശ്രദ്ധിച്ചിരുന്നു. മനസ്സുകൊണ്ട് ഈ വിവാഹവുമായി ശ്യാം പൊരുത്തപ്പെട്ടു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അല്പം സമയം കൊടുത്താൽ എല്ലാം പൂർണ്ണമായും ശരിയായിക്കൊള്ളുമെന്ന് അവൾക്ക് ഉറപ്പായി. സരസ്വതി രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞു.
പിന്നെ ശിവയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് മേടിച്ച് മാനസിയുടെ കയ്യിൽ കൊടുത്തു. മാനസി ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ശ്യാമിനെ നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. മാനസി വലതുകാൽ വെച്ച് വിളക്കും കൊണ്ട് അകത്തേക്ക് കയറി. ചാരു അവളുടെ സാരി പതിയെ സ്റ്റെപ്പ് കയറാൻ പാകത്തിന് ഉയർത്തിക്കൊടുത്തു. വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് ശ്യാമും മാനസിയും മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ ഒരു പുതിയ തുടക്കത്തിനും ഒപ്പം മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയണമേ എന്നും. മധുരം കൊടുക്കൽ ചടങ്ങിന് ശേഷം മാനസിയെ ബന്ധുക്കൾ വളഞ്ഞു. ശ്യാം അന്നേരം കൊണ്ട് റൂമിൽ പോയി ഫ്രഷായി. അവൻ റൂമിൽ നിന്ന് താഴേക്ക് വന്നപ്പോഴാണ് ബന്ധുക്കൾക്കിടയിൽ വീർപ്പുമുട്ടിയിരിക്കുന്ന മാനസിയെ ശ്രദ്ധിച്ചത്. മാനസിയുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന ആഭരണങ്ങളുടെ കണക്കെടുപ്പ് മുതൽ ഭാവിയിൽ എത്ര കുട്ടികൾ വേണമെന്ന് വരെ അവർ സംസാരിച്ചു. ശ്യാം പതിയെ ചെന്ന് ശിവയോട് കാര്യം പറഞ്ഞു. അവൾ മാനസിയെ നോക്കിയപ്പോൾ നിസ്സഹായതയോടെ ഇരിക്കുന്ന മാനസിയുടെ മുഖം കണ്ട് ശിവയ്ക്ക് പാവം തോന്നി. ശിവ ചെന്ന് ഈച്ചക്കൂട്ടം പോലെ അവളെ പൊതിഞ്ഞിരിക്കുന്ന ബന്ധുക്കളുടെ ഇടയിൽ നിന്നും മാനസിയെ രക്ഷപ്പെടുത്തി ശ്യാമിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഏട്ടത്തി, അവർക്കിടയിൽ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ? മാനസിയുടെ തലയിൽ നിന്നും മുല്ലപ്പൂ അഴിക്കാൻ സഹായിച്ചുകൊണ്ട് ശിവ ചോദിച്ചു. മാനസി ചിരിച്ചു. ഏട്ടത്തി, ഞാനൊരു കാര്യം പറയട്ടെ? മാനസിയോട് ശിവ ചോദിച്ചപ്പോൾ മാനസി എന്തെന്ന മട്ടിൽ അവളെ നോക്കി. ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ണിയേട്ടൻ വഴി കിരൺ ചേട്ടൻ എന്നെ അറിയിച്ചിരുന്നു. ശിവ പറഞ്ഞപ്പോൾ മാനസി അവളെ നോക്കി ജീവനില്ലാത്ത ഒരു പുഞ്ചിരി സമ്മാനിച്ചു. എല്ലാം അറിഞ്ഞതുകൊണ്ട് പറയാ, ഞാനൊന്നും ഏട്ടനോട് പറഞ്ഞിട്ടില്ല. എല്ലാം ഏട്ടത്തി തന്നെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. ഏട്ടത്തിയുടെ സമ്മതം ഇല്ലാതെയാണ് ഈ വിവാഹം ഉറപ്പിച്ചതെന്നും പറഞ്ഞു. അതുകൊണ്ട് പറയുവാ, ഏട്ടനും ഈ വിവാഹത്തിനിപ്പോ സമ്മതമായിരുന്നില്ല. ശിവ പറയുന്നത് കേട്ട് മാനസി അവളെ നോക്കി. സത്യം, ഒരു 6 വർഷം മുന്നേ ഏട്ടനൊരു റിലേഷൻ ഉണ്ടായിരുന്നു. കോളേജില് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ മുതല്. ഏട്ടൻ പഠിച്ചിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ബിസിനസ് ആകെ മൊത്തത്തില് ഡള്ളായി. പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തി. ഒന്നുമില്ലാത്ത ഏട്ടനെ വേണ്ടെന്ന് പറഞ്ഞ് ആ ചേച്ചി പോയപ്പോ ആകെ തകർന്നു പോയിരുന്നു ഏട്ടൻ. ഉണ്ണിയേട്ടനും മനുവേട്ടനും ചാരു ചേച്ചിയും കൂടെ ഒത്തിരി ശ്രമിച്ചിട്ടാണ് ഏട്ടന്റെ മാനസിക നില പൂർണ്ണമായും താളം തെറ്റാതെ കൊണ്ടു നടന്നത്. ഇവര് 4 പേരും കുഞ്ഞുനാള് മുതലുള്ള കൂട്ടാണ്. ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയതും ദുബൈയിലുള്ള ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കാനായി ഏട്ടൻ അവിടേക്ക് പോയി. ഇതൊക്കെ പാസ്റ്റ് അല്ലേ മോളെ? മാനസി ചോദിച്ചു. പാസ്റ്റ് ആണ് ഏട്ടത്തി. അതുകൊണ്ടാ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞത്. ഏട്ടൻ സ്വയം എല്ലാം മറന്നൊന്ന് വരാൻ എടുത്തത് 4 വർഷമാണ്. ശിവ അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ നനകൂറുന്നത് മാനസി കണ്ടു. അതിലുണ്ടായിരുന്നു ഏട്ടനും അനുജത്തിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം. ഏട്ടൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോ ചാരു ചേച്ചിയാണ് ഏട്ടനറിയാതെ ഒരു അലയൻസ് ഫിക്സ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞത്. ആദ്യം വന്നത് ഏട്ടത്തിയുടെ ആലോചനയായിരുന്നു. അതും ഏട്ടത്തിയുടെ അച്ഛൻ തന്നെ മുന്നോട്ട് വെച്ച പ്രപ്പോസലായിരുന്നു. പിന്നെ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് ഏട്ടൻ വന്നപ്പോൾ ഞങ്ങൾ കാര്യം അവതരിപ്പിച്ചു. എതിർക്കാൻ ഒരു അവസരം പോലും നൽകാതെ ഞങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വിവാഹം നടന്നത്. ഒത്തിരി വേദനിച്ചിട്ടുണ്ട് ഏട്ടത്തി ആ പാവം. ഏട്ടത്തി ഇത്തിരി സമയം കൊടുത്താൽ മതി. സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഏട്ടൻ ചങ്ക് പറിച്ചു തന്നും സ്നേഹിക്കും. അത്രയ്ക്ക് പാവാ. ശിവ മാനസിയെ നോക്കി പറഞ്ഞു. മാനസി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വ്യത്യസ്ത വഴിയിൽ മുറിവേറ്റ 2 ഹൃദയങ്ങളാണ്. ദൈവം കൂട്ടിച്ചേർത്തതാണ്. ഇനി ഒരു മടക്കമില്ല. കഴിഞ്ഞു. ഓർണമെന്റ്സ് എല്ലാം മാറ്റിക്കൊണ്ട് ശിവ പറഞ്ഞു. മാനസി അപ്പോഴാണ് ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. ഡ്രസ്സ് ദേ ആ ഷെൽഫിൽ കാണും. ഏട്ടത്തി ഫ്രഷ് ആയിട്ട് വാ. ഇത്തിരി കഴിയുമ്പോൾ ബ്യൂട്ടീഷ്യൻ വരും. ശിവ പറഞ്ഞപ്പോൾ മാനസി ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ കയറി. അപ്പോഴും നെഞ്ചിൻ ചൂടിൽ പറ്റിച്ചേർന്ന് കിടന്ന ശ്യാമിന്റെ പേര് കൊത്തിയ താലിയിൽ അവളുടെ വലം കൈ മുറുകിയിരുന്നു. മാനസി കുളിച്ചിറങ്ങിയപ്പോൾ ശിവയെ റൂമിൽ കണ്ടില്ല. അവൾ മുറിയിലെ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് തല തുവർത്തി. കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. നെറ്റിയിൽ രാവിലെ ശ്യാമണിയിച്ച സിന്ദൂര ചുവപ്പ് പകുതിയിലേറെ മാഞ്ഞുപോയിരുന്നു. എങ്കിലും മായാതെ ഒരു പൊട്ടുപോലെ അവിടെ അവശേഷിച്ചിരുന്നു. കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത താലി മാത്രം. എന്തോ ആലോചിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് ഡോറും തുറന്ന് സരസ്വതി വന്നത്. മാനസി അവരെ നോക്കി പുഞ്ചിരിച്ചു. തലയൊക്കെ ശരിക്ക് തോർത്തിക്കേ മോളെ.
ദേ വെള്ളം ഇറ്റ് വീഴുന്നത് കണ്ടോ? അതും പറഞ്ഞ് സരസ്വതി അവളുടെ കയ്യിൽ നിന്നും തോർത്ത് മേടിച്ച് തല തോർത്തി കൊടുത്തു. എന്തുകൊണ്ടോ മാനസിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മയെ ഓർമ്മ ഒന്നുമില്ലേ? അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ണാടിയിൽ കൂടി കണ്ട സരസ്വതി ചോദിച്ചു. അതിന് വേദന കലർന്ന ഒരു ചിരിയായിരുന്നു അവളുടെ മറുപടി. സ്വന്തം അമ്മ ഒന്ന് ചേർത്ത് പിടിച്ചതുപോലും ഓർമ്മയിലില്ലാത്ത താൻ എങ്ങനെ അമ്മയെ ഓർക്കാനാണ്? താൻ ഓർത്തത് തനിക്ക് കിട്ടാതിരുന്ന ഇതുപോലൊരു അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. ഇവിടെ ഉള്ളവരും മോളുടെ സ്വന്തം തന്നെയല്ലേ? അവർ ചോദിച്ചു. മാനസി അത് കേട്ട് മനസ്സറിഞ്ഞു ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്യൂട്ടീഷ്യൻ വന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് മാനസി അവർ ഒരുക്കിയിറക്കി. ശിവയുടെ മുറിയിലായിരുന്നു മാനസി റെഡിയായത്. ശ്യാം അവരുടെ മുറിയിലും. ഇതുവരെ തനിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടാത്തത് രണ്ടുപേരെയും ഒരുപോലെ നിരാശയിലാഴ്ത്തിയിരുന്നു. മുറിയിൽ നിന്ന് റെഡിയായി ഇറങ്ങിയ ശ്യാം താഴെ ശിവയോടും ചാരുവിനോടും സംസാരിച്ചു നിൽക്കുന്ന മാനസിയെ നോക്കി നിന്നുപോയി. ഒരു റെഡ് കളറിൽ ലൈറ്റ് റെഡ് സ്റ്റോൺസ് പതിപ്പിച്ച സെമി എംബ്രോയിഡ് ഫ്ലോർ ടച്ച് ഗൗണായിരുന്നു മാനസിയുടെ വേഷം. കൂടെ അണിയാൻ ഒരു അൺകട്ട് ഡയമണ്ട് സെറ്റും ഒപ്പം താലിമാലയും. ശിവ മാനസിയുടെ കഴുത്തിൽ നിന്നും താലി മഞ്ഞച്ചരടിൽ നിന്നും മാലയിലേക്ക് മാറ്റിയിരുന്നു. മുടി വെറുതെ സെമി കേൾ ചെയ്ത് അഴിച്ചിട്ടിരിക്കുന്നു. മുഖത്ത് ലൈറ്റ് മേക്കപ്പ്. കണ്ണുകൾ മെയിൻ അട്രാക്ഷനാക്കി നിർത്തിയിരുന്നു. നെറ്റിയിൽ സിന്ദൂരം. ആകെ മൊത്തം അവളുടെ ലുക്ക് തന്നെ മാറിപ്പോയിരുന്നു. ശിവ എന്തോ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് മാനസി നോക്കിയത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശ്യാമിനെയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്യൂട്ടായിരുന്നു അവന്റെ വേഷം. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. തിരിച്ച് അവനും. അപ്പോ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് അവരിറങ്ങി. പരസ്പരം എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഇരുവർക്കും. പക്ഷെ ഒന്നും മിണ്ടാതെ 2 ദിക്കിലേക്ക് നോക്കിയിരുന്നു. റിസപ്ഷൻ വെച്ചിരുന്ന ഹാളിൽ എത്തിയപ്പോൾ ഏകദേശം ഗസ്റ്റ് ഒക്കെ അവിടെ എത്തിയിരുന്നു. റോസ് റെഡും വൈറ്റുമായിരുന്നു ഓഡിറ്റോറിയത്തിന്റെ തീം. ഒരു സൈഡിൽ ലൈവ് ഓർക്കസ്ട്ര ജൂണിലെ നിലാമഴ മുതൽ അരികിൽ പതിയെ വരെ മിക്സ് ചെയ്ത് മാഷപ്പ് പാടുന്നുണ്ട്. ആകെ മൊത്തം ഒരു റൊമാൻറ്റിക് മയം. ഏട്ടന്റെ കല്യാണം ശിവ അടിച്ചു പൊളിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ തകർത്ത് കത്തിയടിയാണ്. ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനൊക്കെയോ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. പെട്ടെന്ന് ശിവ ആരെയോ തട്ടി മറിഞ്ഞു വീഴാൻ പോയി. അയാൾ അവൾ വീഴാതിരിക്കാൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ദേഹത്തോട് ചേർത്ത് പിടിച്ചു. ശിവ പേടിച്ച് അയാളുടെ തോളിൽ അമർത്തി പിടിച്ചിരുന്നു. ഡോ. അവൻ അവളുടെ കവിളിൽ തട്ടി. പേടിച്ച് കണ്ണടച്ചു നിൽക്കുന്ന അവളെ അവൻ നോക്കി നിന്നു. ശിവ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അവളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കിച്ചുവിനെയാണ്. അവൾ വേഗം അവനിൽ നിന്ന് കുതറി നീങ്ങി. അത് സോറി, ഞാൻ പെട്ടെന്ന്. ശിവ വാക്കുകൾ തപ്പിപ്പെറുക്കി. ആഹാ, അത് കൊള്ളാലോ. ഓടി വന്ന് ഇടിച്ച് താഴെയിടാൻ നോക്കിയിട്ട്. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കിച്ചു പറഞ്ഞു. എന്റെ പൊന്നു മാഷേ, ആളെ വിട്. അറിയാതെ ഞാൻ ഇയാളെ ഒന്ന് തട്ടി. ഇയാൾക്കതിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക്. അവന്റെ മുന്നിൽ തൊഴുത് കാണിച്ച് അവനെ നോക്കി കിറിയും കോട്ടിയിട്ട് അവൾ നടന്നുപോയി. അവളെ തന്നെ നോക്കി നിന്ന കിച്ചുവിന്റെ ചുണ്ടുകളിൽ ഒരു നനുത്ത പുഞ്ചിരി അപ്പോഴുണ്ടായിരുന്നു. ചാരുവും ഉണ്ണിയും മനുവും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർക്കടുത്തേക്ക് വന്നു. ഫോട്ടോ എടുപ്പും ശ്യാമിനെ മാനസിയുടെ മുന്നിലിട്ട് നല്ല അന്തസ്സായിട്ട് വാരുന്നുമുണ്ട്. ശ്യാം എല്ലാവരെയും ദയനീയമായി നോക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാം അല്ലെങ്കിലും കണക്കാ. കൂട്ടത്തിലുള്ള ഒരുത്തനെ കളിയാക്കാൻ ബാക്കിയെല്ലാം ഒറ്റക്കെട്ടാണ്. അതേസമയം പുറത്തുനിന്നൊരുത്തൻ കളിയാക്കാൻ അതുങ്ങൾ സമ്മതിക്കേയില്ല. ഇവർ സംസാരിച്ചു നിന്നപ്പോഴാണ് ഇവർക്കടുത്തേക്ക് മറ്റൊരാൾ വന്നത്. മറ്റുള്ളവർക്ക് ആ മുഖം കണ്ട് അത്ഭുതവും അമ്പരപ്പുമായിരുന്നു. ഒപ്പം മാനസിക്കും. എന്നാൽ ശ്യാമിന്റെയും കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖം ഇരുണ്ടു. അവൾ കയറി വന്നതും ബാക്കി 3 സ്റ്റേജിൽ നിന്നിറങ്ങി. മാനസി ശ്യാമിന്റെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ചു. എങ്കിലും അവർക്ക് നേരെ വന്ന ആളെ നോക്കി അവൾ അമ്പരപ്പോടെ പറഞ്ഞു, സ്വാതി കൃഷ്ണ. തുടരും. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 2 വരി കുറിക്കണേ.